സോ ഇന്ന് ക്രിസ്മസ് ആണ് കേട്ടോ. അപ്പോൾ വിഷിംഗ് എവ്രി വൺ എ വെരി മെരി ക്രിസ്മസ്. എല്ലാവർക്കും എന്തൊക്കെയാണ് പ്ലാൻ? ഞങ്ങൾക്ക് ഇന്ന് ഒരു ക്രിസ്മസ് ബ്രഞ്ച് ഉണ്ട് ഇവിടെ ബിഗ് ബ്രൂസ്കി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്ത്. ഹെന്നൂരാണ് ബാംഗ്ലൂരിലെ. അപ്പൊ നമ്മുടെ ഇവിടെ പ്രസ്റ്റീജ് ഫാമിലിയിൽ ഇവിടെ ഉള്ളവര് എല്ലാവരും കുറെ പേർക്ക് നാട്ടിൽ പോയി. അപ്പൊ ഇവിടെ ഉള്ളവരായിട്ട് നമ്മളൊരു ബ്രഞ്ചിന് പോവുകയാണ്. അപ്പൊ വൈഷു എന്നോട് കഴിഞ്ഞ ദിവസം തൊട്ടേ പറയുന്നുണ്ട്, ഡിസൈഡ് ചെയ്ത തൊട്ടേ പറയുന്നുണ്ട്, നീ ലേറ്റ് ആക്കരുത് കാരണം എന്റെ യൂഷ്വൽ സ്വഭാവം അറിയുന്നത് കൊണ്ട്. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ രാവിലെ എണീറ്റു. എന്റെ പൈജാമാസം കൂടി മാറിയിട്ടില്ല. ഞാൻ അങ്ങനെ എണീറ്റ് മേക്കപ്പ് അങ്ങോട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പകുതി പണി കഴിഞ്ഞു. എന്നെ ഡ്രസ്സ് ഇട്ടാൽ മതിയല്ലോ. ഡ്രസ്സ് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചത്, അതന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ രാവിലെ എണീറ്റു, എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു, മേക്കപ്പ് ചെയ്തു, ഒരു കോഫി ഉണ്ടാക്കി. അങ്ങനെ ഞാൻ മേക്കപ്പ് ചെയ്തുകൊണ്ട് കോഫി കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ തൊട്ട് ഞങ്ങളുടെ ക്രിസ്മസ് സെലിബ്രേഷൻസ് തുടങ്ങി കേട്ടോ. ആക്ച്വലി ഇവിടെ എൻ്റെ പ്രീവിയസ് വ്ലോഗ് കണ്ടുള്ളൂ, ഇവിടെ ഞാൻ വീട് ഫുള്ള് ഡെക്കപ്പ് ചെയ്തിട്ടുണ്ട് ക്രിസ്മസിന്. അതല്ലാണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ക്രിസ്മസ് മാസിന് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും തിരിച്ച് റോണിയുടെ റീമയുടെ വീട്ടിൽ വന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തിരുന്നു. അതിന്റെയൊക്കെ വീഡിയോ ക്ലിപ്സ് ഞാനിവിടെ കൊടുത്തേക്കാട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ മേക്കപ്പ് ഒക്കെ ഒന്ന് ഫിനിഷ് ചെയ്ത് ഡ്രസ്സ് മാറട്ടെ. അപ്പോഴത്തേക്ക് നിങ്ങൾ ഇന്നലത്തെ കാഴ്ചകളായി കണ്ടിട്ട് വരും കേട്ടോ. ഇപ്രാവശ്യം ക്രിസ്മസിന് നമ്മുടെ പ്രസ്റ്റീജ് ഫാമിലിക്ക് നമ്മൾ ഓരോ കേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അതെ, അതിന് പോവാണ് ഞാനും വൈഷവും കൂടി. ആദ്യം നമ്മൾ ഐശ്വര്യ ചേച്ചിയുടെ രതിഷേട്ടൻ്റെ വീട്ടിലേക്കാണ് പോയത്. കുട്ടികളെയൊക്കെ കണ്ടു, അവർക്ക് കേക്കൊക്കെ കൊടുത്തു, കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ എൽസുവിൻ്റെ വീട്ടിലേക്ക് പോയി, അവിടെ കൊടുത്തു. കാരണം ഇവരൊക്കെ ക്രിസ്മസ് ആകുമ്പോഴത്തേക്ക് നാട്ടിലേക്ക് പോകുന്ന ടീംസാണ്, അതുകൊണ്ട് ഇവരെയൊക്കെ നേരത്തെ പിടിക്കണം, ക്രിസ്മസിന് മുന്നേ പോയിട്ട്. അപ്പം നമ്മൾ ഇവർക്കൊക്കെ കേക്ക് കൊടുത്തു. പിന്നെ സെൻറ്റിലായിട്ടും ഡ്രംസിൻ്റെ അടുത്ത് പോയി, അവർക്കും കേക്ക് കൊടുത്തു. ബിക്കോസ് അവരും ടൗണിൽ നിന്ന് പുറത്ത് പോകുമായിരുന്നു, നാട്ടിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അവർക്കും കൊടുത്തു. പിന്നെ നമ്മൾ പോയത് നമ്മുടെ റീമ റോൺസിൻ്റെ അടുത്താണ്, അവർക്കും കൊടുത്തു ഓരോ കേക്ക്. അങ്ങനെ അതെ ഹാപ്പി മെരി ക്രിസ്മസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. ഇത് രാത്രി 11:45 സീനാണ് കേട്ടോ. ഞങ്ങള് മാസൊക്കെ കൂടി വന്നിട്ട് ഇവിടെ കേക്ക് മുറിക്കാൻ പോവാണ്. മട്ടാഞ്ചേരി സ്പൈസ് കേക്ക് നമ്മളുടെ ഇപ്പൊ ഭയങ്കര പോപ്പുലർ ആണ്. ഇപ്പോഴാണ്, കഴിഞ്ഞ പ്രാവശ്യം പോപ്പുലർ ആണെന്ന് എനിക്ക് അഭിപ്രായം ഞാൻ കേട്ടത്. അപ്പൊ കുട്ടിയും റോണിക്കുട്ടനും ഇത് മേടിച്ചിട്ടുണ്ട്. 12 മണിയായി. മെരി ക്രിസ്മസ് ആയിരുന്നു. പിന്നെ അടഞ്ഞ ഞാൻ പറഞ്ഞില്ലേ പന്തൽ മെച്ചോർഡ് പ്ലം കേക്ക്. ഒരു കൊല്ലമായിട്ട് ഇതിന്റെ പ്രിപ്പറേഷൻ ആണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. They prepare the preparation for the cake 365 like 1 year. അത് ഇയാൾ ഇവിടെ ബാംഗ്ലൂരിലെ ഫുള്ള് കൃഷ്ണകുടിയിൽ പോയി ചായ കുടിച്ചോളാം നേർച്ച നേർന്നിരിക്കാൻ തോന്നുന്നുണ്ട്. Did you understand what I said? 100%. What did you understand? What does nercha mean? Nercha means every. Nercha means every. Ayyo. Nercha. എന്റെ പൊന്നു ചേട്ടാ, എന്ത് വന്നു? തലകുത്തി വീഴുന്നുണ്ട്. I'm getting only plum wala smell. It is plum. Yeah, but you said spices. My God, this is just You only said garam masala and all those things. whole spices I said. I mean, I did say garam masala, but what I meant is whole spices. Where is the plum cake that you're supposed to give me? That is there. I thought it was... Let me shake up. We have. Merry Christmas, everyone. Almighty God grant that the new birth of your son, that flesh redeems us from the old slavery and the yoke of sin, so we may receive him which I as our Redeemer, and that when he comes to judge, we may see Jesus Christ our Lord, who lives and reigns with you in the unity of the Holy Spirit forever and ever. Amen. Amen. Thank you. അങ്ങനെ 12 ആയപ്പോഴത്തേക്കും നമ്മളെല്ലാവർക്കും ഒരു മെരി ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്തിട്ട് ഒരു ചെറിയ ഗ്രേസ് ഒക്കെ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടെ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. ഇത് നല്ല കിടിലൻ സംഭവമായിരുന്നു ഈ ഒരു കേക്ക്. ഭയങ്കര നല്ല മണവും വരണ്ടായിരുന്നു. നല്ലൊരു പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്കിൻ്റെ മണം വരണ്ടായിരുന്നു. പ്ലസ് നിറയെ ഡ്രൈ ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇതിൽ. അപ്പോൾ എനിക്ക് കൊതിയാവുമായിരുന്നു ഈ ഒരു കേക്ക് ടേസ്റ്റ് ചെയ്യാൻ. Thank you. Elizabeth, come. I asked her, what are you giving this? I don't want this. Give me that thing. I was waiting for it. I know. You called when she was at my place. Like, when are you coming? I just finished a call. She said, ഈ ഒരു കേക്ക് നെക്സ്റ്റ് ഒരു കേക്ക് എടുത്തോട്ടോ. ഇത് നമ്മളുടെ ഇവിടെ ഒരാള് ചെയ്തതാണ്. ഞാൻ സംസാരിക്കും. റൂഡ് നോ. I know. It is very rude. You're not strong. ഇത് നമ്മളുടെ ഇവിടുത്തെ ഒരാൾ ഉണ്ടാക്കി, അല്ല റോൺസ്, ഇത് ഇവിടുത്തെ നമ്മളുടെ റോൺസിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടാക്കിയതാണ്.
Another reason to അപ്പോൾ ക്രിസ്മസ് മാസമൊക്കെ കൂടി വന്നിട്ട് ഞങ്ങൾ നേരെ റോണിയുടെ റീമയുടെ വീട്ടിലേക്കാണ് പോയത്. അവിടെ ക്രിസ്മസ് ഈവിന് കേക്ക് കെട്ടിയിട്ടുണ്ടായിരുന്നു. മട്ടാഞ്ചേരി സ്പൈസ് എന്നുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു കേക്ക് ഇല്ലേ ഇപ്പോൾ പന്തലിന്റെ കൊച്ചി എന്നുള്ള, അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു അവര്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും മേരി ക്രിസ്മസ് ഒക്കെ വിഷ് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്ന് കിടന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോഴത്തേക്ക് ഒരു പൊട്ടിക്ക് ലേറ്റായി പോയി. 10:30 ഇറങ്ങണമെന്ന് പറഞ്ഞിട്ടുള്ളത്. ഞാൻ എണീറ്റപ്പോഴത്തേക്ക് 8:30 പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്തു, കോഫി ഉണ്ടാക്കി, മേക്കപ്പ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സും കൂടി മാറിക്കഴിഞ്ഞാൽ ഞാൻ റെഡി. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. എന്നാൽ അതാണ് കേട്ടോ എൻ്റെ വ്ളോഗ്. ലൈക്ക് നമ്മളുടെ ഒരു ഗെറ്റ് ടുഗെദർ, ഗ്യാതറിങ്, അതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ വ്ളോഗ്. നമ്മൾ ഈ ക്രിസ്മസ് ബ്രഞ്ചിന് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് ഒരു 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ഇവിടുന്ന്. അതുകൊണ്ട് നമ്മളൊരു ക്യാബ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മുടെ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോകാൻ. നമുക്ക് ബാക്കിയും കൂടി റെഡി ആവാം. ഞാൻ ഫുൾ മേക്കപ്പ് കഴിഞ്ഞിട്ടില്ല. കുറച്ച് ഹൈലൈറ്ററും ഇട്ടിട്ട് നമുക്ക് അവസാനിപ്പിക്കാം കേട്ടോ. ഇതാണ് ഞാൻ ഇടാൻ ഉദ്ദേശിക്കുന്ന ജാക്കറ്റ് കേട്ടോ. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാവുമെന്ന്. വെരി ക്യൂട്ടല്ലേ ഇത്? ഞാനിപ്പോൾ ഫിറ്റ് ചെയ്യിച്ചതാണ്, ഫിറ്റ് ചെയ്തതാണ്. വെരി ക്യൂട്ട്. അപ്പം നമ്മളിത് രണ്ടുപേരും ഇവിടെ ഡ്രസ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. എന്താ എന്തൊക്കെയോ ബഹളമായിരുന്നു, അടി ബഹളമായിരുന്നു. ക്യാബ് വന്നു, ഞാൻ ഡ്രസ് ചെയ്തിട്ടില്ല ആസ് യൂഷ്വൽ. ഡ്രസ്സ് എടുക്കാൻ ഓടണോ, ജാക്കറ്റ് എടുക്കാൻ ഓടണോ, അതുകൊണ്ട് വൈശ്വരത്തിൽ പ്രാന്തായിട്ടിരിക്കുകയാണ്. ശരി ഓക്കെ ഡാ. അപ്പോൾ അതെ ഞാൻ വേണ്ടി ക്രിസ്മസ് ട്രീ വന്നേക്കോ. ശരി, നമ്മളൊരു ഫോട്ടോ എടുക്കും. താഴേക്ക് ചെന്നപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു പണി കിട്ടി എന്നുള്ളത് മനസ്സിലായത്. ഞങ്ങൾ പറഞ്ഞ ക്യാബ് വന്നിട്ടുണ്ട്. ഹലോ, ഹായ്, മെരി ക്രിസ്മസ്. സംഭവം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളൊരു 7 സീറ്റർ ക്യാബായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മിഡിൽ റോയിൽ 3 സീറ്റ് ഉള്ള പോലെ ബക്കറ്റ് സീറ്റ് ആവുമെന്ന് വിചാരിച്ചിരുന്നില്ല കേട്ടോ. ഞങ്ങൾ 3 ഫാമിലീസ് ആണ്, ഇൻക്ലൂഡിങ് 2 കിഡ്സ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഇതില് കംഫർട്ടബിൾ ആയിട്ട് ഫിറ്റ് ആവുമെന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നു. എന്താ അറിയില്ല, ഈ ഇടയായിട്ട് നമുക്കൊരു ക്യാബ് ശാപം വന്നിട്ടുണ്ട്. കഴിഞ്ഞ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ല ഞങ്ങൾ ക്യാബിൽ നിന്ന് ഇറക്കി വിട്ടതൊക്കെ. എനിവേസ് വന്ന ക്യാബിന് ഞങ്ങൾ പറഞ്ഞു വിട്ട് വേറെ ഊബർ ബുക്ക് ചെയ്യാനുണ്ടായത്. It has to be a surprise. Don't tell no. No, it has to be a surprise for you. They'll practice. I know. This we can play now. നമ്മൾ എത്തിയിട്ടോ ലൊക്കേഷനിൽ. നമുക്കിനി പോവാം. ഇവിടെ ബിഗ് ബ്രൂസ്കി. നമ്മൾ ഇവിടെ എത്തി. നമുക്കിത് ഉള്ളിലേക്ക് പോവാം. എന്തൊക്കെയാ സ്റ്റോളൊക്കെ ഉണ്ട് പുറത്തിട്ടോ. നല്ല തിരക്കും ഉണ്ട്. സീറ്റ് കിട്ടുമെന്ന് കണ്ടോ. ഹാൻഡ് ക്രാഫ്റ്റഡ് സ്കിൻ കെയർ എസെൻഷ്യൽസ്. ഇതാണ് ഇവിടുത്തെ തിരക്കും സംഭവങ്ങളൊക്കെ. നമ്മളിപ്പോ ഒരു ടിക്കറ്റ്സ് എടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രിസ്മസ് ബ്രഞ്ചിന് പെർ അഡൾട്ട് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1299 പ്ലസ് ടാക്സസ് ആണ്. കുട്ടികൾക്കാവുമ്പോൾ 799 പ്ലസ് ടാക്സസ് അങ്ങനെയായിരുന്നു. ഡിഫറെൻറ്റ് പാക്കേജസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പം ഉണ്ട് കുറേ ഐറ്റംസ്. ഭയങ്കര കിടലൻ മെനു ആണ്. അങ്ങനെ ഞങ്ങൾ കുറച്ച് സ്റ്റാർട്ടേഴ്സ് ഒക്കെ എടുത്തിട്ട് വന്നിട്ടോ. ഇതൊരു ഫുൾ സ്പ്രെഡ് ബുഫേ ആണ്. കിഡ്ലൻ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഭയങ്കര വെറൈറ്റീസ് ഉണ്ടായിരുന്നു കേട്ടോ. ടർക്കി ഉണ്ടായിരുന്നു, ചിക്കൻ, അങ്ങനെ കാവിങ് സ്റ്റേഷൻ സെപ്പറേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ സ്റ്റാർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരു ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ടേഴ്സ് എടുത്തിട്ട് വന്നു. പിന്നെ ഇത് ഡ്രിങ്ക്സും ഓർഡർ ചെയ്തിട്ടുണ്ട്. Cheers guys! Merry Christmas! Turkey. 5 o'clock to 8 o'clock.
എല്ലാവരും കുറച്ചൊന്ന് വയറൊന്ന് നിറഞ്ഞ് മൂലക്കായിട്ടുണ്ട്. ബട്ട് യാ, ഞങ്ങളുടെ സീറ്റിംഗ് മേളിലാണ് കേട്ടോ. ഇത് ഭയങ്കര വലിയ ഒരു പബ്ബാണ്. പ്രോബ്ലി ഏറ്റവും ബിഗ്ഗസ്റ്റ് ബിഗ് ബ്രൂസ്കി ഭെന്നൂറാണ്. സോ അവിടെയാണ് നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ടേഴ്സ് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറ് ഏകദേശം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ മെയിൻസിന് എടുത്തത് ഒരപ്പവും പിന്നെ ഡക്ക് റോസ്റ്റ് ഉണ്ടായിരുന്നു, ഡക്ക് മപ്പാസും പിന്നെ ബീഫ് റോസ്റ്റും ആയിരുന്നു. അപ്പോൾ അതെല്ലാം കഴിച്ച് ഡെസേർട്ട്സും കുറച്ച് കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ നേരെ പോയത് മോൾ ഓഫ് ഏഷ്യയിലേക്കാണ്. ഇത്രയും തിരക്ക് അവിടെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ബാംഗ്ലൂർ സിറ്റിയിലുള്ള സകലമാന ജനങ്ങളും അവിടെ ഉണ്ടായിരുന്നു എന്നാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഇന്ത്യൻ ലൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ടായി, പ്രോബബ്ലി അതുകൊണ്ടായിരിക്കും കേട്ടോ ഇത്ര തിരക്ക്. കുട്ടികൾക്ക് കുറച്ച് ഗിഫ്റ്റ് മേടിച്ചു കേട്ടോ. നാട്ടു കുഞ്ഞോ, കാരണം അവർ നമ്മളോട് ഇന്ന് ക്രിസ്മസ് ഒക്കെ ആയിട്ട് സ്പെൻഡ് ചെയ്തതല്ലേ. സോ സം ക്രിസ്മസ് ഗിഫ്റ്റ്സ് ഫോർ ദ കിഡ്സ്. ബാത്ത് ആൻഡ് ബോഡിൽ നല്ല സെയിൽ നടക്കുന്നുണ്ട്, സെമി ആനുവൽ സെയിൽ. എടാ ഹാൻഡ് സോപ്സോ നോക്കിയോ? എത്രയാ? അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇത്രയും ജനങ്ങൾ ഒരേ നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്ന കാരണം ഞങ്ങൾക്ക് നെറ്റ് കിട്ടുന്നുണ്ടായിരുന്നില്ല ഒരു ക്യാബ് ബുക്ക് ചെയ്യാൻ. അവസാനം എങ്ങനെയൊക്കെയോ അവിടുന്ന് പുറത്തിറങ്ങി ഞങ്ങളൊരു CCDയിൽ പോയി ഒരു കോഫി ഒക്കെ കഴിച്ചിട്ട് ഒരു ക്യാബും ബുക്ക് ചെയ്ത് നേരെ വീട്ടിലേക്ക് വന്നു. ഇനി ഒരു പരിപാടിയില്ല, നല്ല ടയർഡാണ് കേട്ടോ. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു കൊച്ചു വ്ളോഗ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.